എനിക്ക് കുറച്ച് ദിവസങ്ങളായി ജലദോഷം ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. മൂക്കടപ്പ് കാരണം മൂക്കിലൂടെ തീരെ ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ നാസൽ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള മരുന്ന് മൂക്കിലിറ്റിച്ചു. അത് കാരണം എൻ്റെ നോമ്പ് മുറിയുമോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. നമ്മുടെ ആമാശയത്തിലേക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രവേശിക്കാനുള്ള രണ്ട് മദ്ഹലുകളാണ്, പ്രവേശന കവാടങ്ങളാണ് നമ്മുടെ വായയും മൂക്കും. അതുകൊണ്ട് തന്നെ വായയിലൂടെയോ മൂക്കിലൂടെയോ വല്ലതും നമ്മുടെ തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മൂക്കിലേക്ക് ഡ്രോപ്സ് ഒറ്റിക്കുക, തുള്ളിമരുന്ന് ഒറ്റിക്കുക എന്നുള്ളത് നോമ്പ് മുറിയാൻ കാരണമാകുന്ന കാര്യമായിട്ടാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ശരി, നമുക്ക് വിക്സ് പോലുള്ള സംഗതികൾ വലിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇൻഹലനറൊക്കെ ഉപയോഗിച്ചിട്ട് മൂക്ക് വലിക്കുക, അതുപോലെ തന്നെ വിക്സ് പോലുള്ള സാധനങ്ങൾ തേക്കാം. അതിനൊന്നും വിലക്കില്ല, അതൊന്നും നോമ്പിനെ ബാധിക്കില്ല. എന്നാൽ മൂക്കിലൂടെ തുള്ളിമരുന്ന് ഒറ്റിക്കുകയും അത് തൊണ്ടയിൽ അതിൻ്റെ രുചി അനുഭവപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും അതുണ്ടാവുക. നേരെ തൊണ്ടയിലേക്ക് അത് ഇറങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മൂക്കിലേക്ക് തുള്ളിമരുന്ന് ഒറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു. നമുക്ക് നിർബന്ധിതമായൊരു സാഹചര്യത്തിൽ അവിടെ മൂക്കിൽ അത് ഒറ്റിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് ചെയ്യാവുന്നതാണ്. കാരണം രോഗമുള്ള അവസ്ഥയിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാം. അപ്പം അത്ര സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കുകയും എന്നിട്ട് മൂക്കിൽ അത് ഒറ്റിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നീട് ആ നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റ് വീട്ടുകയും ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മൂക്കിലേക്ക് ആ തുള്ളിമരുന്ന് ഒറ്റിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട നോമ്പ് അവർ പിന്നീട് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.